ask laska emo ay ast liebe ahaba bolinga cinta ishq mile love kadal preeti pyaro prati maatalonu preme premane dodalo vela maatalni kosa ప్రేమగా వాటితో పూల చెండొకటి చేశా అందుకో నెచ్చని నీకిదే కానుక നിങ്ങളോട് കൊളാബ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഓക്കെയാണ്. ഫർദർ ഇൻഫർമേഷന് വേണ്ടി ഞങ്ങളുടെ ഹെഡ് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോ സാർ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് എനിക്കിതിന് സെക്കൻഡ് ഒപ്പീനിയൻ ആവശ്യമാണ്. അത് കൺഫേം ആക്കിയിട്ടേ ബാക്കി കാര്യങ്ങൾ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ സാർ, എന്തുണ്ടെങ്കിലും ഞങ്ങൾ അറിയിച്ചാൽ മതി. യാ ഷുവർ. നിങ്ങളുടെ മറുപടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പറയുന്ന കാര്യം നടക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ ഫ്യൂച്ചർ അറിയുന്ന ആളൊന്നുമല്ലല്ലോ. സോ എന്ത് വേണമെങ്കിലും നടക്കാം. യെസ് ഓർ നോ, വാട്ട് എവർ. വൈകാതെ ഒരു മീറ്റിംഗ് കൂടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നീ ഇതെങ്ങോട്ടാ? തിരിച്ചു പോവണ്ടേ? ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് വേറെ ആവശ്യമുണ്ട്. നീ വല്ല ടാക്സിയും വിളിച്ചു പോ. അതെങ്ങനെ ശരിയാവും? ഞാൻ നിങ്ങളോട് അല്ലേ വന്നത്. അപ്പോ നിങ്ങൾ തന്നെ എന്നെ തിരിച്ചു കൊണ്ടാക്കണം. പറ്റില്ല. നീ ഞാൻ പറഞ്ഞത് ചെയ്യാൻ നോക്ക്. അല്ല, അതെനിക്ക് പറ്റില്ല. അത്രയ്ക്കായോ? നീ ഞാൻ പറയുന്നത് കേക്ക്. ഇല്ല, മര്യാദയ്ക്ക് അവനെന്നെ കൂട്ടാൻ വന്നേന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണ്ടെന്ന് പറഞ്ഞു, അറിയോ? അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്നെ കൊണ്ടുവന്നു. ഓ, ഈ ശല്യത്തിനെ കൊണ്ട്. ശല്യം തന്നെയാ. അപ്പോ വന്ന് വണ്ടി എടുക്ക. ആമി പറ്റില്ലേ പറ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഈ സമയത്ത് ഞാനെങ്ങാനും ഒറ്റയ്ക്ക് പോയി എനിക്ക് വല്ലതും പറ്റിപ്പോയാല് ആര് ഉത്തരവാദി? നിങ്ങൾ മാത്രം ഉത്തരവാദി. പാവം ഞാൻ. ഇനി ഞാൻ കാരണം നിനക്കൊന്നും പറ്റണ്ട, കൊണ്ടുവിടാം. എന്താണ് എന്റെ മാഹിയത്? എനിക്കറിയാമോ ഏട്ടനെ നാട്ടിൽ വിടത്തില്ലെന്ന്. ആമി ഇറങ്ങ്, എത്തി. ആമി എത്തി. വേഗം ഇറങ്ങിക്കേ, എനിക്ക് പോണം. എത്ര പെട്ടെന്നെത്തിയോ? നിങ്ങളെന്താ മറപ്പിക്കുകയായിരുന്നു ചെയ്തേ? കിണിച്ചോണ്ട് നിൽക്കാതെ ഇറങ്ങിപ്പോടി വണ്ടിന്ന്. പറഞ്ഞെല്ലാം കഴിഞ്ഞില്ലേ? അന്ന പോവാൻ നോക്ക്. പോവാ. പിന്നെ ഒരു കാര്യം, ആ സൈക്കിളെ എടുത്തെടുത്ത് തന്നെ എത്തിച്ചേക്കണേ, മറക്കരുത്. നീയല്ലേ പൊക്കിക്കൊണ്ടല്ലേ? നീ തന്നെ എന്താന്ന് വെച്ചാ കാണിച്ചാ മതി. അങ്ങനെ പറയല്ലേ, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അതെനിക്കറിയേണ്ട ആവശ്യമില്ല. ആമി വാ, നമുക്ക് പോവാം. വന്നിട്ട് കൊറേ നേരം നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. നിനക്കെന്താ വീട്ടിലേക്ക് ചെല്ലത്തില്ലായിരുന്നോ? അമ്മ
നീ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. നിനക്ക് വേണ്ടിയല്ലേ, അത് എത്ര ടൈം ആയാലും എനിക്ക് കുഴപ്പമില്ല. പിന്നെ ആന്റിയുടെ കാര്യം, അത് നമുക്ക് ഒരുമിച്ച് പോവാം. നീ എന്റെ മുത്താടാ. അപ്പൊ മാഹിയേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. എടി, എന്റെ ഹെൽമെറ്റ് അവിടെ വെച്ചിട്ടാണ് നീ അതെല്ലാം എടുത്തിട്ട് വന്നേ. നിനക്ക് തന്നെ എഴുത്തൂടെ, എന്തിനാ എന്നെ പറഞ്ഞു വിടുന്നേ? നിനക്ക് വേണ്ടി ഒരു ചോക്ലേറ്റ് കേക്കും കൂടെ അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അത് വേണ്ടെങ്കിൽ ഞാൻ തന്നെ പോയെടുത്താ. അയ്യോ, അതെല്ലാം നിനക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ? ഞാൻ തന്നെ പോയിട്ടില്ല. ഹായ് മാഹിർ, കുറെ നാളായല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. കുറച്ചധികം നാളായി. അതെ, കുറച്ചധികം നാളായി. നീ ഇവിടെ കൊണ്ടുവിടുമെന്ന് പറഞ്ഞപ്പം ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല. നീ പ്രതീക്ഷിക്കുന്നതെല്ലാം നടക്കുമെന്ന് വിചാരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെ തോന്നുന്നത്. ആ ചിന്തയൊന്ന് മാറ്റിയാൽ മതി, അപ്പോ എല്ലാം ശരിയാവും. നടന്നാലും നടത്തിയാലും പൊന്നു മോനെ, ഇനി അവളെ വിഷമിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കില് പിന്നെ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. അവക്ക് വേദനിക്കണ്ടെങ്കിൽ അവളോട് തന്നെ മാറിപ്പോവാൻ പറ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നിന്റെ ഫ്രണ്ടല്ലേ, ഒന്ന് പറഞ്ഞു നോക്ക്, ചിലപ്പോ കേട്ടാലോ. നീ പറയുന്നതും കേൾക്കൊന്നും ഉറപ്പില്ലല്ലേ? മാഹിയേട്ടൻ പോയോ? ആ, പോയി. ഛേ, ഒരു ടാറ്റ പറയാൻ പറ്റിയില്ല. അവളുടെ ഒരു ടാറ്റ നിനക്ക് എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ വരുമായിരുന്നല്ലോ. അതെനിക്കറിയാലോ നീ വരുമെന്ന്. പക്ഷേ മാഹിയേട്ടനോട് ഇങ്ങനെ വല്ലപ്പോഴല്ലേ പോകാൻ പറ്റൂ. അതുകൊണ്ടാ നിന്നോട് വരണ്ടാണ് പറഞ്ഞു. അവളുടെ ഒരു മാറിയായിട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാം. അവിടുന്ന് എന്തോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ നിന്ന് ഫോണിൽ കുത്തുവാണോ? എനിക്കിത് ചെയ്യാനുള്ളത്, അതുകൊണ്ട് വന്നു ചെയ്യുന്നു. ആദ്യേട്ടാ, നിങ്ങൾക്ക് ഇത് എന്തുവാ? അവിടുന്ന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്ത് രസമായിരുന്നു. എല്ലാം കഴിഞ്ഞു. രസം അവിടെ ചെന്നത് കൊണ്ടാണോ അതോ വേറെ വല്ലവരെയും കണ്ടത് കൊണ്ടാണോ? കുറച്ചു നേരം കൂടെ അവിടെ നിൽക്കായിരുന്നു. പെട്ടെന്ന് വന്നിട്ട് ഇവരിപ്പോ എന്ത് ചെയ്യുക? എന്തിനാ? എനിക്ക് വരാൻ തോന്നി, ഞാൻ വന്നു. നിനക്ക് പറ്റില്ലായിരുന്നെങ്കിൽ അവിടെ നിൽക്കത്തില്ലായിരുന്നു. നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക്? നമുക്ക് വേറെ ദിവസം പോവാം. നീ പറയുന്നത് പോരെ? എനിക്ക് ആ സമയത്ത് അവിടെ വരാനാ തോന്നിയത്. നിഷിത്ത് വന്നത് കൊണ്ടാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? ആണെന്ന് മനസ്സിലായല്ലോ, പിന്നെ എന്തിനാ പ്രത്യേകം ചോദിക്കുന്നത്? അവൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ലല്ലോ ഇതെല്ലാം. അല്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എന്തിനാ ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനിങ്ങനെ നിനക്ക് പറ്റില്ലെങ്കിൽ നീ പൊക്കോ. ആദ്യമായിട്ടിന് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലേ? അതുകൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തൊക്കെയാ പറയുന്നത്? ഞാനങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ എല്ലാത്തിനാണ് തോട്ടിക്കൊണ്ടേ താൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? തോട്ടിക്കോലോ? ഇത്രയും നേരം ആദ്യമായിട്ടാണ് വിളിച്ചിട്ട് ഇപ്പൊ ഇതെന്താ ഇങ്ങനെ? എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും. അത് ചോദിക്കാൻ താൻ ആരാടോ? ഇവളാര്? അനിയന്റെ കുഞ്ഞോ? ഒറ്റയടിക്ക് സ്വഭാവം മാറുന്നത്? അല്ലടോ, തന്റെ കുഞ്ഞിനേടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. സമാധാനത്തോടെ നീ മിണ്ടാതെ വെച്ചപ്പോ അത് അങ്ങേർക്ക് പറ്റത്തില്ല അല്ലേ? ജാനു, കൂടോ? കൂടല്ല കൂ. ഞാൻ വീണ്ടും പറയുക, ഞാൻ തന്റെ ലൈഫിൽ നിന്ന് പോകുന്ന വിചാരിക്കണ്ടോ? പോവുകയാണെങ്കിൽ തന്നെ കൊണ്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് സുഖിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. പറച്ചില് കേട്ടതൊന്നും എനിക്കിപ്പോ പരമസുഖമാണ്. അത് തന്റെ കയ്യിലിരിപ്പുണ്ട്. മര്യാദയ്ക്ക് നിശ്ചിതനും കിട്ടി സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഞാനാ ഈ മണവണാജിന്റെ അടുത്ത് വന്ന് പെട്ടുപോയല്ലോ. എനിക്ക് എന്താടി കുഴപ്പം? നിങ്ങൾക്കൊരു കുഴപ്പമില്ല, എല്ലാം കൂടുതലായിട്ടേ ഉള്ളൂ. നീ ഇന്നത്തെ ഗുളിക കഴിച്ചില്ലല്ലേ, അതുകൊണ്ടുള്ള പ്രശ്നം. അത് കഴിച്ചാൽ മതി, എല്ലാം മാറും. വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. അത് നിങ്ങളുടെ കെട്ടിയൊക്കെ കൊണ്ടേ കൊടുക്ക്. ശേ, അത് ഞാനാണല്ലോ. ആ ബോധമുണ്ടല്ലോ, ഭാഗ്യം. അതെന്റെ വിധി. ഈ സമയം നിശ്ചിതായിരുന്നല്ലോ. അവളുടെ ഒരു നിശ്ചിത്ത്. നിങ്ങളെന്താ ചെയ്യുന്നത്? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇനി നേരം
നമ്മുടെ ഇടയിലേക്ക് അവനെ വലിച്ചിട്ടേക്കരുത്. അതെനിക്കിഷ്ടമല്ല. അതെന്താ? നിനക്കറിയണം എന്താണ്? അറിഞ്ഞ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമല്ല. തൽക്കാലം അതറിഞ്ഞാൽ മതി. കൂടുതൽ അറിഞ്ഞ പിന്നെ നീ നേരെ നിൽക്കില്ല. എനിക്ക് മനസ്സിലായില്ല. ഇതിലും വൃത്തിക്ക് നിനക്ക് മനസ്സിലാക്കി തരണം. നിർബന്ധമാണെങ്കിൽ ഞാൻ ചെയ്യാം. നീ എന്തിനാ കണ്ണടച്ചേ? ഞാൻ ബുക്കെടുക്കാൻ വന്നതാടി. ആയിഷ്, ജാനു, നിനക്ക് എന്താ പറ്റിയേ? നീ വല്ലതും പ്രതീക്ഷിച്ചോ? എന്ത്? ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. അന്ന മിണ്ടാണ്ടിരിക്കെ. എനിക്ക് ഈ ബുക്ക് ഒന്ന് വായിച്ചു തീർക്കണം. നിങ്ങൾ ആ ബുക്കിൽ തിന്നുണ്ടെന്നു. ഞാൻ പോവാ. എന്താ തുടർന്നേ? എല്ലാം ഒരു മിന്നായം പോലെ മാത്രമേ ഓർമ്മയുള്ളൂ. ഏട്ടത്തി. എന്താടാ? ഏട്ടത്തിയുടെ മുഖം ഒന്ന് ചുവന്നിരിക്കുന്നു. എന്തെയോ നിനക്ക് തോന്നിയതാവും. ഇല്ല ഏട്ടത്തി, സത്യമായിട്ടും. മേക്കപ്പ് ഇടാൻ നോക്കിയതാണല്ലേ? നേര് പറയാലോ, കൊള്ളത്തില്ല. ഓടാവന് എന്റെ ബ്രഷിന് കുറ്റം പറയുന്നു. എന്നാലും ആ ദുഷ്ടൻ എന്നോട് ഈ ചതി ചെയ്തല്ലോ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ കൊന്നേനെ. സാരമില്ല, പോട്ടെ. അവൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. നീ പറ, എനിക്ക് എന്താടി പ്രശ്നം? അവൻ ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാരെയും നോക്കി, എന്തുകൊണ്ട് എന്നെ നോക്കിയില്ല? അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മണ്ടനാണെങ്കിലും അവന്റെ ലൈഫിന്റെ കാര്യത്തില് അവന് നല്ല ബോധമുണ്ട്. നീ എന്നെ കളിയാക്കിയതാണോ? ഒട്ടുമല്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതുവരെ കഴിഞ്ഞില്ലേ? എങ്ങനെ കഴിയാനാ ഡോക്ടറെ? അമ്മാതിരി വീശയല്ലേ വീണത്. വേദനയോട്ട് മാറുന്നില്ല. അത് മാറാൻ ഞാൻ നിനക്കൊരു ഡോസ് തരാം. വേണ്ടേ? ഒന്ന് കൊടുത്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പഴാ വേറെ ഒന്ന്. നീ എന്നെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോ. മെഡിസിൻ വേണമെങ്കിൽ ഞാൻ എഴുതി തരാം. മെഡിസിൻ ഒന്നും വേണ്ട. ഇതമ്മച്ച് കുഴമ്പിട്ട് തീരാണ് പ്രശ്നമുള്ളൂ. അല്ലേലും ഒടുവിനും ചതവിനും കുഴമ്പാ ബെസ്റ്റ്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുക. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്ന് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? അങ്ങനെ സംഭവിച്ചു പോയി. ഈ വൈറസിന്റെ കൂടെ ഈ രാത്രി മുഴുവൻ ഇവിടെ നിൽക്കുമെന്ന് വെച്ചാ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചിന്തിക്കണ്ട, അപ്പൊ പ്രശ്നം തരുന്നില്ലേ? അതെ അതെ, രണ്ടും കൂടെ അടി കൂടിയിട്ട് നാളെ വരുമ്പോഴത്തേക്കും ഈ ഹോസ്പിറ്റലിൽ അടിച്ചു പൊളിച്ചിട്ടേക്കരുത്. നല്ല ഉപദേശം. വല്ലപ്പോഴും ഇങ്ങനെ കൂട്ടുകാരുടെ വാക്കൊന്ന് കേക്ക് ഗാർലിക്ക്. ഇതേ എന്റെ കയ്യകലത്തിന് മാറില്ല. ഇല്ലെങ്കിൽ കിട്ടുന്ന സാധനം വെച്ചിട്ട് എറിയ. നീ എറിയുമ്പോഴത്തേക്കും കൊള്ളം ഞാനിവിടെ നിന്ന് തരാം. എന്റെ പൊന്നോ, ഞാൻ കൈ കൂപ്പി പറയുക. ഞാൻ പോയിട്ട് നിങ്ങളെ കൊല്ലുവോ ചാവോ എന്താന്ന് വെച്ചാൽ കാണിച്ചോ. നിക്കണേ, ഞാൻ കൊണ്ടുവിടാം. ഒന്നും വേണ്ട, ഞാൻ ഉരുണ്ടിട്ടായാലും പൊക്കോളാം. അല്ലേലേ കിളി പോയ പോലെ പോന്നേ. നീ കൊണ്ടുവിട്ടിട്ട് ബാക്കി കൂടി പോവണ്ട. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്റെ മിക്കിട്ട് കയറാൻ വേണ്ടി തന്നെ വന്നതാണോ? എന്താണെന്നറിയില്ല. ഇപ്പം നിന്റെ ഈ മോന്റെ ഇങ്ങനെ കണ്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് സുഖം തരാനാണല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. എന്റെ എടുക്കുക കാറിലേക്ക്. ഡോക്യുമെന്റ് തയ്യാറാക്കുക. നാളെ ഒരു കോൺഫറൻസ് ഉണ്ട്. അതിനല്ലേ സിദ്ധാർത്ഥോടത്. നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നേ? എന്റെ അച്ഛന് വേണ്ടിയുള്ളത് ഞാൻ ചെയ്യുന്നതിന് തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. ചെയ്തോ ചെയ്തോ. എന്തേലും ഹെൽപ്പ് വേണോ? താനൊന്ന് പോയി തരാവോ? അത് തന്നെ വലിയൊരു ഹെൽപ്പാ. സോറി, തൽക്കാലം അത് മാത്രം പറ്റില്ല. അതെന്താ പറ്റാത്ത? നിന്നിങ്ങനെ ചൊറിയുമ്പോ കിട്ടുന്ന സുഖം വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. എന്തൊക്കെ തരുന്നുണ്ട്, വരുന്നു പോകുന്നു. എന്തുകൊണ്ടാ ദൈവമേ എന്റെ മാത്രം ഇവിടെ ഇട്ടേച്ച് പോകുന്നത്?
എവിടെയാണെങ്കിലും വണ്ടി പിടിച്ച് കറക്റ്റ് നെഞ്ചത്തേക്ക് തന്നെ വരുന്നുണ്ട്. നിന്നോടെല്ലാവർക്കും കുറച്ച് സ്നേഹം കൂടിപ്പോയി, അതുകൊണ്ടല്ലേ വരുന്നത്. നീ അതിനെ തള്ളിക്കളയാതെ. ഇങ്ങനെ പോയാ തള്ളിയല്ല തള്ളിക്കൊള്ളാളേണ്ടി വരും. വാവ്, തരങ്ങൂടാണായല്ലോ. ഒരാളെ ഇങ്ങനെ ചൊറിയുമ്പോ കിട്ടുന്ന അന്തം അതൊന്ന് വേറെ തന്നെയാ. തനിക്ക് അത്രയ്ക്കും ചൊറിയുന്നുണ്ടെങ്കില് വല്ല മുറിക്കലും പോയി കിടന്നുറയ്ക്ക്. അതാകുമ്പം കാക്കയുടെ പശുവും മാറും, പശുവിന്റെ കടിയും തീരും. അതിന് ഇവിടെ എവിടെ മുറിക്ക്, എവിടെ കാക്ക, എവിടെ പശു? അതറിഞ്ഞിട്ടായിരുന്നോ ഞാനിവിടെ 10-15 എണ്ണത്തിന് വളർത്തുന്നത്? ആണോ? വെറുതെ അല്ല, നിനക്ക് വന്ന് പശുവിന്റെ ഒരു മുഖച്ചായ. ദേ, ഈ ആംഗ്ലേ നോക്കുമ്പോ കറക്റ്റ് ലുക്കുണ്ട്. ഇനി ആ പാതർന്ന ആ പശുത്തൊഴുത്തായിരിക്കും തന്നെ കൊണ്ടേയാക്കുന്നത്. അത്രയും പശുക്കളുടെ കൂട്ടത്തില് എന്നെ ആക്കിയ എന്താവാനാ? നിന്റെ അച്ഛനത് നഷ്ടമായി വരത്തുള്ളൂ. അത് നേരം, താനും പാഴ തന്റെ ഏട്ടനും പാഴ. ആകെ മൂത്തൊരെണ്ണം മാത്രമേ നന്നായി പോയിട്ടുള്ളൂ. നിന്റെ വീട്ടിൽ അങ്ങനെയല്ലേ? അല്ല, ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുത്തല്ലോ. ഇവൻ സമ്മതിക്കൂല. എന്റെ നിർത്തിയോ? കുറച്ചുകൂടെ പറയുന്നേ. തനിക്ക് എന്താണോ വൈറസ് വേണ്ടത്? എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? തൽക്കാലം എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. നിന്നെ തനിക്ക് തരാൻ അത്ര നിർബന്ധമാണെങ്കിൽ അങ്ങ് മാറി നിന്ന് തന്നു. ഇപ്രാവശ്യം അതേക്കൂല മോളെ. നിങ്ങൾ എന്താ ഇവിടെ കളിക്കുവാണോ? അതും എന്നെ കൂട്ടാതെ? ഞാനുണ്ട്. അല്ല, എന്ത് കളിയത്? ഇതിന് ചവിട്ട് നാടകം എന്ന് പറയും. ആദ്യം ആർക്ക് ചവിട്ട് കിട്ടുന്നു അവരൗട്ടാവും. ഓ, അപ്പം മേലടങ്ങുന്ന പരിപാടിയാണല്ലേ? റിസ്ക് ആണ്. ഏയ്, അത്രയ്ക്ക് റിസ്ക് ഒന്നുമില്ല. പിന്നെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, അല്ലേ കാർലൊക്കെ? ഇവിടെന്താ ഇഞ്ചി കടിച്ച അണ്ണാനെ കൂട്ടിരിക്കുന്നേ? വാ, ഞാൻ നിനക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അങ്ങനെ പറയല്ലേ, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വാടാ. വേണ്ടെന്നേ, വേണ്ടാത്തോണ്ട. എന്തിനാ ചെറുക്കുട്ട അവളെ ഇങ്ങനെ പേടിക്കുന്നേ? അതൊന്നും ചെയ്യത്തില്ലെന്നേ. അത് ഡോക്ടർക്ക് അവളെ ശരിക്കും അറിയാത്തോണ്ട. ദേഷ്യം വന്നാല് അവൾ എന്താ ചെയ്യുന്നത് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ വല്ലാതെ ഓർക്കുന്നു. നീ സിലിക്കോപ്പിനെ കണ്ടോ? അവിടെ പോയല്ലോ. എവിടെ? എങ്ങോട്ട്? ആരുടെ കൂടെ? ആരുടെയും കൂടെയല്ല, അവൾ അവളുടെ വീട്ടിൽ പോയില്ല. അതെന്നെ ഒറ്റയ്ക്ക്? ഞാനല്ലേ എപ്പോഴും അവളെ കൊണ്ടാക്കുന്നത്. ആ, എനിക്കറിയാൻ പാടില്ല. നീ അവളോട് തന്നെ ചോദിക്കേ. ഓക്കെ, ഞാൻ എന്നാ പോയി ചോദിച്ചിട്ട് വരാം. ഇപ്പോഴോ? നാളെ എങ്ങാനും ചോദിച്ചാ പോരെ? ഏയ്, അത് പറ്റില്ല. നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാ അപ്പൊ തന്നെ ചെയ്യണം. പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല. അപ്പൊ ബൈ. എന്തിനുള്ള പോക്കാണോ എന്തോ. ആ, അവൻ പോട്ടെ. അല്ല, നമ്മൾ അവിടെ പറഞ്ഞെത്തിയെ? തന്റെ കുഞ്ഞമ്മയുടെ. സോറി, എന്റെ കുഞ്ഞമ്മ ചത്തുപോയി. അതുകൊണ്ട് അവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തന്റെ ഡോക്ടർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പം വരാം. ഞാൻ പോക്കോ. അപ്പൊ ഗാർലിക്ക്, എനിക്കൊരു മൈനർ സർജറി ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞിട്ട് വേഗം വരാം. വരണമെന്നില്ല. എന്ത്? ഞാൻ വരണമല്ലോ? നീ അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്തായാലും വന്നിരിക്കും. ഒരു ഒബ്സർവേഷൻ കിട്ടിയിട്ട് റൂമിലേക്ക് മാറ്റിക്കോ. കടിച്ചു തിന്നാൻ അത് ഫിംഗർ ചിപ്സ് അല്ലടി, എന്റെ വിരള. അമ്മേ,
ഇവിടെ ഞാൻ എന്ത് സഹായിക്കാൻ വന്നിട്ടുണ്ടോ അപ്പോഴേ എനിക്ക് പ്രശ്നം വന്നിട്ടേ ഉള്ളൂ.